പുസ്തകങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്കാരത്തിൻ്റെ ഒരു പരിച്ഛേദമായി മലയാളിയുടെ മുന്നിലേക്ക് വന്നത്. പുസ്തകങ്ങളുടെ ചുവടുപറ്റിയാണ് മലയാളികൾ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ആ പുസ്തകങ്ങളുടെ ചുവടുപറ്റിയാണ് മലയാള സിനിമാ പ്രസിദ്ധീകരണങ്ങളായ നാനയും വെള്ളി നക്ഷത്രവും ചിത്രഭൂമിയും സിനിമാ ടുഡേയൊക്കെ മലയാളിയുടെ മനസ്സിലേക്ക് വന്നത്. ഞാൻ സിനിമാ ടുഡേയുടെ പത്രാധിപർ ഷാജി. എല്ലാവർക്കും നമസ്കാരം. കലയും കച്ചവടവും മൂല്യവും രണ്ട് വഴിക്ക് സഞ്ചരിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. കച്ചവടവും മൂല്യവും നല്ല സുഹൃത്തുക്കളെയല്ല, വിയോജിപ്പുള്ള രണ്ട് മനസ്സിൻ്റെ ഉടമകളാണ് കച്ചവടങ്ങളും മൂല്യവും. കണ്ണുനീരിനെ ഏറ്റവും വലിയ ലാഭകരമായ ഒരു ഉൽപ്പന്നമാക്കി മാറ്റാം എന്ന്, അല്ലെങ്കിൽ ലാഭകരമായ ഒരു വിപണിയാക്കി മാറ്റാമെന്ന് മലയാളിയെ പഠിപ്പിക്കുന്നതാണ് കേരളത്തിലെ ടെലിവിഷൻ പരമ്പരകൾ. 1990കളുടെ ആദ്യമാണ് ദൂരദർശനിലൂടെ പരമ്പരകൾ അല്ലെങ്കിൽ എപ്പിസോഡുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം മലയാളി ആദ്യമായി കേൾക്കുന്നത്. അന്ന് 10, 12, 13 എപ്പിസോഡുകളായിട്ട് കേരളത്തിലെ പരമ്പരകൾ അവസാനിക്കും. നമ്മൾ ഓർക്കുന്നു, മണ്ടൻ കുഞ്ചെന്നൊക്കെ പരമ്പരകൾ പഴയകാല ആളുകൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ 90കളുടെ അവസാനം 2000 വർഷത്തിന് ശേഷം കേരളത്തിൽ ടെലിവിഷൻ ചാനലുകൾ വളരെ കാര്യമായി പെരുകുകയും അവർ തമ്മിൽ മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ ടെലിവിഷൻ പരമ്പരകളുടെ ഒരു കമ്പോളകാലം കേരളത്തിൽ ആരംഭിക്കുകയാണ്. വളരെ മലിനസമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ളൊരു സംസ്കാരമാണ് കേരളത്തിലെ ടെലിവിഷൻ പരമ്പരകൾ നമുക്ക് സമ്മാനിക്കുന്നത്. നന്മയുണ്ടെന്ന് കാണിക്കുകയും എന്നാൽ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിൽ നിരക്കാത്ത ഒരു ഉൽപ്പന്നമായി, ഒരു കമ്പോള ഉൽപ്പന്നമായിട്ട് മാറുകയും ചെയ്യുന്ന വലിയ അപകടകരമായിട്ടുള്ളൊരു സമീപനമാണ് ടെലിവിഷൻ പരമ്പരകൾ നടത്തുന്നത്. സംഹാര താണ്ഡവമാടുന്ന അമ്മായിയമ്മ മരുമകൾ തർക്കം, അമ്മായിമ്മയും മരുമകളും എന്നും ശത്രുക്കളായിട്ട് പോകണം എന്നാണ് നമ്മുടെ പരമ്പരകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാം സഹിക്കുന്ന സ്ത്രീ, കരഞ്ഞ് വിശുദ്ധകളായിട്ട് മാറുന്ന ചില സ്ത്രീകളൊക്കെ നമുക്ക് പരമ്പരകളിൽ കാണാം. നേരത്തെ പറഞ്ഞ മാതിരി കണ്ണുനീരാണ് ഏറ്റവും വലിയ ലാഭകരമായ ഉൽപ്പന്നം. അതുകൊണ്ട് ആ രീതിയിൽ അതിനെ സമീപിക്കുന്നു. പിന്നെ നായകന്മാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ചെന്ന് വെല്ലുവിളിക്കുന്ന നായകന്മാരാണ്. വീടുകളിലൊക്കെ ചെന്നിട്ട് വെല്ലുവിളിക്കുന്ന നായകന്മാരെയാണ് നമ്മൾ പരമ്പരകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ ഉത്കൃഷ്ടരായിട്ടുള്ള നായകന്മാർ, അതായത് സർവഗുണ സമ്പന്ന നന്മയും ഈ നായകന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ജീവിതത്തിലൊന്നും ഇത്തരത്തിലുള്ള നായകന്മാരെ നമുക്ക് കാണാൻ പറ്റില്ല യഥാർത്ഥ ജീവിതത്തിൽ. പക്ഷെ എല്ലാ നന്മയുമുള്ള മാതാപിതാക്കൾ, എല്ലാ നന്മയുമുള്ള നായകന്മാർ, അവരൊക്കെ പരമ്പരകൾ വളരെ സജീവമാണ്. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ 7 മണിക്ക് വരുന്നൊരു ടെലിവിഷൻ സീരിയലിൽ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന നായകനെ കാണാം. ഏത് സമയം അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പൊട്ടിത്തെറിക്കുകയാണ്. എല്ലാവരും കണ്ടാൽ അദ്ദേഹം പൊട്ടിത്തെറിക്കും. എനിക്ക് തോന്നുന്നു പൊട്ടിത്തെറി അദ്ദേഹം ഒരു ബ്രാൻഡായിട്ട് കൊണ്ട് നടക്കുകയാണോ എന്ന് നമ്മൾ സംശയിക്കും. കേരളത്തിലെ ക്രൈം റേറ്റ് ഈ അടുത്ത കാലത്ത് നാഷണൽ ക്രൈം ബ്യൂറോ ഒരു കണക്ക് പരിശോധിച്ചു. അപ്പോൾ 1980കളിലും 90കളിലും UP യും ബീഹാറുമാണ് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ. എന്നാൽ 2000-ന് ശേഷം കേരളത്തിൽ ക്രൈം റേറ്റ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഒരു പോലീസ് ഓഫീസറുമായിട്ട് ഞാൻ സംസാരിക്കാനിട വന്നു. അദ്ദേഹം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ 3ാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേരളത്തിലെ ടെലിവിഷൻ പരമ്പരകളുടെ അപകടത്തെക്കുറിച്ചാണ്. അത് കേരള സമൂഹത്തിലുണ്ടാക്കുന്ന വലിയ ഭീകരമായിട്ടുള്ള ആഴത്തിലുണ്ടാക്കുന്ന അപകടങ്ങൾ. 4ാമതായിട്ട് പറയാനുള്ള വിഷയം, ഇന്ന് നമുക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ പ്രേംകുമാർ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അദ്ദേഹം കേരളത്തിലെ ടെലിവിഷൻ പരമ്പരകൾ അതിരൂക്ഷമായിട്ട് വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ്: കേരളത്തിലെ പരമ്പരകൾ എന്ന് പറയുന്നത് എൻഡോസൾഫാനേക്കാൾ അപകടകരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രേംകുമാറെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്ന അദ്ദേഹം 94-95 കാലഘട്ടത്തിൽ സിനിമയിലൊരു ചെറിയ ഹാസ്യ കഥാപാത്രമായിട്ട് നിലനിന്നൊരു വ്യക്തിയാണ്. അത് ഒരുപാട് സിനിമകളൊന്നും അഭിനയിച്ചിട്ടുള്ള ഒരാളല്ല. പിന്നീട് 30 വർഷക്കാലം അദ്ദേഹത്തിന് സിനിമ ഉണ്ടായിരുന്നില്ല. ആ സിനിമയില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ടെലിവിഷൻ പരമ്പരകൾ പോയി അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒരു ന്യായീകരണം വേണമെങ്കിൽ പറയാം. ഇപ്പം എല്ലാ ടെലിവിഷൻ ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നത്, ഞങ്ങൾ
സിനിമയില്ലാത്തതുകൊണ്ട് സീരിയൽ അഭിനയിക്കുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് സിനിമയില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങൾ സീരിയൽ അഭിനയിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ യാതൊരു ന്യായീകരണങ്ങളുമില്ല. കാരണം ഒരു പോലീസ് ഓഫീസർ മുതൽ, ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഓഫീസർ മുതൽ ഒരു സർവൻ്റ് വരെ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നൊരു കാലഘട്ടമാണ്. ന്യായീകരണങ്ങളിൽ ചില ശരികളുണ്ടായിരിക്കാം, പക്ഷേ പൂർണ്ണമായിട്ട് സത്യത്തിൻ്റെ പക്ഷത്തല്ല ന്യായീകരണങ്ങൾ. സിനിമ എന്ന് പറയുമ്പോൾ സിനിമ ടുഡേ സംബന്ധിച്ചിടത്തോളം സിനിമ ടുഡേ സാംസ്കാരികമായിട്ടുള്ള ചില സർഗാത്മകമായിട്ടുള്ള ചില വിഷയങ്ങളാണ് സിനിമ ടുഡേയുടെ മുൻലക്കങ്ങളിലും തുറന്നു വന്നത്. ഞങ്ങളോട് ഈ ഗ്യാപ്പിന് ശേഷം സിനിമ ടുഡേ മുന്നോട്ട് വരികയാണ്. അപ്പോൾ മാറിയ കാലഘട്ടത്തിൽ ഞങ്ങൾ സർഗാത്മകതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, വിമർശനാത്മകതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ക്രിയാത്മകതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സിനിമ ടുഡേ മുന്നോട്ട് പോകുന്നത്. സിനിമ ടുഡേ സംബന്ധിച്ച് കേരളത്തിലെ ടെലിവിഷൻ പരമ്പരകളെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 3 ലക്കങ്ങളിൽ ഞങ്ങൾ വിഷയങ്ങൾ എഴുതിയിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾക്ക് ശത്രുക്കളുണ്ടാകാം. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളൊരു ഒരു അഭ്യർത്ഥന, സിനിമാ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം താരങ്ങളുടെ സംഘടനയായ അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയായിട്ടുള്ള സംഘടനയും അതുപോലെ തന്നെ തൊഴിലാളികളുടെ സംഘടനയായിട്ടുള്ള ഫെഫ്കയും തിയേറ്റർ ഉടമകളുടെ സംഘടനയായിട്ടുള്ള എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മലയാള സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കണം എന്നുള്ളതാണ് സിനിമ ടുഡേ സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം മലയാള സിനിമയുടെ സൃഷ്ടിയാണ് പ്രാധാന്യം. അതിനുവേണ്ടി നിലനിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സാംസ്കാരികമായ പോരാട്ടം ഞങ്ങൾ തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു.